ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. സൂത്രവാക്യം നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള അതിഗംഭീരമായൊരു മൂവിയാണ്. എനിക്ക് ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി മെച്യൂരിറ്റി, ഒരു ക്ലാസ് ഇല്ലെങ്കിൽ ഇത്രയും പക്വതയായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഗായ്സ്. അതുമാത്രമല്ല, ഈ സിനിമ ഒരു ചെറിയൊരു സിനിമയാണ്, ഏറ്റവും ചെറിയ സിനിമയാണ്. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റും ആ സബ്ജക്റ്റിനനുസരിച്ച് അവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, അതിന് അടിപൊളി മോനെ, അതിനൊരു വാക്ക് പറയാനില്ല. അതിന് ഫുൾ ക്രെഡിറ്റ് പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഡയറക്ടറായിട്ടുള്ള ഈഗ്വൻ ജോസ് ചിറമേലിനെയാണ്. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ്റ് ആയിട്ട് തോട്ടായിരുന്നു. ആ തോട്ട് അതിഗംഭീരമായി അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തു. അവർ തന്നെ എക്സിക്യൂട്ട് ചെയ്തു മാത്രമല്ല, അത് എത്രമാത്രം മനോഹരമായി നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടും കൂടി നോക്കണം. അത് അടിപൊളി, ഒരു രക്ഷയില്ല. ഒരു സ്റ്റുഡൻറ്റിൻ്റെ മിസ്സിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ആ സിനിമ ഇതിൻ്റെ പോകുന്നത്. പിന്നെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇത് സിനിമയുടെ ഈ അഭിനയിച്ച് ഒട്ടുമൊക്കെ എല്ലാവരും അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ അതിലൊരു പോലീസ് ഓഫീസറാണ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഷൈൻ ടോം ചാക്കിനെ ഈ സിനിമയിൽ കാണാൻ പറ്റും നമുക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും ഇല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റിയും ഇല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഒരു നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരു പോലീസുകാരൻ എങ്ങനെയായിരിക്കണം എന്നൊരു ക്യാരക്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതിന് ആ നാട്ടുമ്പുറത്ത് ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഒരു നല്ലൊരു പോലീസുകാരനും എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഈ സിനിമ എടുത്ത് പറയാൻ പറ്റും. ഇതിലെ ക്യാരക്ടർ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഒരു ക്യാരക്ടറാണ്. അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആമസോൺ പ്രൈം കീഴിൽ കാണാം. നല്ല ഗംഭീരമായ റിവ്യൂ ഇതിനുണ്ട്. 7.4 നമ്മൾ കൊടുത്തിരിക്കുന്നത്. IMDb റേറ്റിംഗ് ഒക്കെ ഉള്ളത് 10. അപ്പോൾ അത്രയും മികച്ച പെർഫോമൻസോട് കൂടിയുള്ള ഷൈൻ ടോം ചാക്കോയുടെയും നമ്മുടെ ബിൻസി അലോഷ്യസ്, ദിവ്യ എം, പിന്നെ മീനാക്ഷി മാധവി, പിന്നെ ശ്രീകാന്ത് കണ്ട്രക്കുള, അങ്ങനെയൊക്കെ പിന്നെ ശ്രീകാന്ത്, പിന്നെ ദീപക് പരമ്പോൾ. ആ ദീപകിൻ്റെയൊക്കെ ഗംഭീരമായൊരു പെർഫോമൻസ്. അദ്ദേഹം ചിലപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി ജോണറിലാണ് പിടിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു വളരെ നല്ലൊരു മനുഷ്യനായിട്ടുള്ള എല്ലാ സിനിമയിലും കാണിക്കുന്നത് ഒരു പ്രത്യേകതരം ക്യാരക്ടർ അദ്ദേഹം കാണിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിലൊരു എന്താ പറയുക, വളരെ ക്രൂരനായ ഒരു ക്യാരക്ടറായിട്ട് ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ അക്സെപ്റ്റൻസ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഈ ക്യാരക്ടറിനോട് ഭയങ്കര വെറുപ്പ് തോന്നി. കാരണം അത്ര വെറുപ്പ് തോന്നിയുള്ള ക്യാരക്ടർ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വെറുപ്പ് തോന്നുന്നു പറയുമ്പോൾ അത്രമാത്രം അഭിനയിച്ച് മികവുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഒരു വ്യക്തിയോട് അത്രമാത്രം ആ ക്യാരക്ടറിനോട് നമുക്ക് അവരോട് വെറുപ്പ് വന്നു. അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഈ സിനിമ അതിഗംഭീരമാണ് ഗൈസ്. ഈ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്, എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. കാരണം ഞാനെന്ന് പറഞ്ഞാൽ വലിയ വ്യക്തിയില്ല, പക്ഷേ ഞാൻ ഉറപ്പ് വരുന്നു നല്ല സിനിമയാണ്. എന്തായാലും എൻ്റെ പല റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ സിനിമ ഞാൻ പറയുന്നില്ല തന്നെ അത്യാവശ്യം ഇല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് സിനിമകൾ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യുന്നുള്ളൂ അധികം. കാരണം അത്രയും നല്ലൊരു പ്ലോട്ടും അത്രയും കണ്ടന്റ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഏത് സിനിമയാണ്, ഇപ്പോൾ പഴയകാല സിനിമയാണെങ്കിൽ പോലും ഞാൻ റിവ്യൂ ചെയ്യുന്ന കൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആസ്വദിച്ചതേ ആസ്വാദനം നിങ്ങൾക്കും കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. എന്തായാലും ഈ സിനിമ കാണൂ, കണ്ട് ആസ്വദിക്കൂ. ഓക്കെ, ബൈ, സീ യു.